രണ്ടാഴ്ച കൊണ്ട് അത്യാവശ്യം നല്ല വളർച്ച ഉണ്ട് ഇപ്പോൾ. നമ്മുടെ മുട്ടക്കോഴികൾക്കൊക്കെ പൂവന്മാർക്കൊക്കെ ഇവർ ഈ ഒരു റേഞ്ച് റേറ്റിൽ ഇവിടെ പോകുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, തനിയാടൻ വീട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഉണ്ടല്ലേ, നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാട്ടുള്ളത്. അവൻ കുറച്ച് മുട്ടക്കോഴികളും കാര്യങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ കൂടിനുള്ളിലാട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടും തീറ്റയും അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ മൊത്തത്തിൽ നമുക്കൊന്ന് പോയി കണ്ടുവരാം. അപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാട്ടോ പറഞ്ഞിട്ടുള്ള നമ്മളെ മുട്ടക്കോഴിയുടെ ഫാമുള്ളത്. ഇതാ വീടിൻ്റെ ടെറസിൻ്റെ ഒരു സൈഡിലാട്ടോ ഇതാ. അപ്പം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇതാട്ടോ, ഇത് പൂവനും പെടയൊക്കെ മിക്സ് ആട്ടോ, എല്ലാ ടൈപ്പും ഉണ്ട്. അതായത് നമ്മൾ പൂവന്മാരെ മാത്രം നോക്കി വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് പെടകളൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലതാ. ഇതൊക്കെ ഒരു പെടയാണ്. അവിടെ പെട എല്ലാം കൂടെ മിക്സ് ആയിട്ട്, അതായത് 100 കോഴിക്കുഞ്ഞുങ്ങളാട്ടോ ഇതുള്ളത്. 100 എണ്ണം ഉണ്ട്. ഇതിൽ കുറച്ചെണ്ണമൊക്കെ അസുഖം വന്ന് ചത്തുപോയി. ഇപ്പോൾ ബാക്കി ഒരു 10, 50, 60 കോഴിക്കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതാ കണ്ടില്ലേ, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളി കൂടാണ് കേട്ടോ. കൂടി ഞാൻ കാണിച്ചത് കണ്ടില്ലേ, നന്നായിട്ട് കമ്പിയൊക്കെ ഇട്ട് ഗ്രില്ല് ചെയ്ത് മുകളിൽ ഷീറ്റൊക്കെ വെച്ച് നല്ല എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൂടിനകത്ത് യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. നല്ല എന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലീനാണ്. അടി കണ്ടിട്ടില്ലേ, ഇത് ചകിരിച്ചോറാട്ടോ ഇട്ടിട്ടുള്ളത്. ചകിരിച്ചോറ് അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ പാത്രം അങ്ങനെ കെട്ടി തൂക്കിയിട്ടാട്ടോ പാത്രത്തിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതാ കണ്ടില്ലേ, എല്ലാ ഭാഗത്തും കൊട്ടയ്ക്കകത്താണ് കൊടുത്തിട്ടുള്ളത് ഭക്ഷണം കൊടുക്കുന്നത്. വെള്ളമൊക്കെ അതാ കണ്ടില്ലേ, അങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് കോഴികൾ ചിന്ത അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നല്ല കണ്ടില്ലേ, വൃത്തിയായിട്ടുള്ള വെള്ളം തന്നെ കേട്ടോ. അത് 24 hours വെള്ളം ഉണ്ടാവും. രാത്രി ബൾബും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഇപ്പം തന്നെ 1 കിലോൻ്റെ അടുത്ത് തൂക്കമുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇതാ ഇതൊക്കെ 1 കിലോനൊക്കെ അടുത്തുള്ള പൂവന്മാർ ഇപ്പം തന്നെ ഇട്ടോ. 3.5 മാസമായപ്പോൾ തന്നെ. ഇതിനകത്ത് കൂടുതലും ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ടിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാട്ടുള്ളത്. കണ്ടില്ലേ, ഇതാ ഗ്രാമശ്രീ ഉണ്ട്. ഗ്രാമലക്ഷ്മിയൊക്കെ കുറവാട്ടോ. അതൊക്കെ ഗ്രാമലക്ഷ്മി ഇനപ്പെട്ടുള്ള കോഴികളാണ്. കൂടുതലും ഗ്രാമശ്രീ കോഴിക്കുട്ടികളാണ്. കണ്ടില്ല, പൂവന്മാരൊക്കെ ഗ്രാമശ്രീ പൂവക്കുട്ടികളാണ്. കണ്ടില്ലേ, എല്ലാവരും നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇട്ടതാ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ മുട്ട ഇടുന്ന കോഴികളാട്ടോ. അത് മുട്ടയ്ക്കായിട്ട് വീട്ടാവശ്യത്തിന് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ള കോഴികളാണ് കേട്ടോ. ഇതിനകത്തൊരു 4 പെടയും ഒരു പൂവനാണ് നിർത്തിയിട്ടുള്ളത്. ഇതാ കാണുന്നത് ഇവരൊക്കെ മുട്ട ഇടുന്നവരാട്ടോ. അത് ഇവർ ഡെയിലി മുട്ട ഇടുന്നവരാട്ടോ. അതാ കണ്ടില്ലേ, ഇതാ ഒരു പൂവനാട്ടോ. ഇതൊരു ക്രോസിൽ അനുഭവപ്പെട്ടിട്ടുള്ള പൂവനാണ്. ഇതൊരു നാടൻ ക്രോസാണ്. ഇതൊക്കെ കറക്റ്റ് മുട്ടക്കോഴി കേട്ടത്. നമ്മൾ ഗ്രാമശ്രീ അടിപൊളി കോഴി കണ്ടില്ലേതാ. നമ്മളൊക്കെ വലിയ 2 ഉണ്ണിയുള്ള മുട്ടയ്ക്ക് കേട്ടോട്ടാൽ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ കുഞ്ഞുങ്ങളാട്ടോ. തൊട്ടപ്പുറത്ത് ഇതൊരു 100 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. പുതിയത് ഇറക്കിയതാണ്. 2 ആഴ്ച പ്രായമായിട്ടുള്ളൂ. നമുക്കുള്ളിൽ കൂടെ പോയിട്ട് കാണാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതാ കണ്ടില്ലേ, 2 ആഴ്ച പ്രായം കഴിഞ്ഞിട്ടുള്ള 100ഓളം കുഞ്ഞുങ്ങളാട്ടോ കാണുന്നത്. ബൾബ് കണ്ടില്ല, 3 60 വാട്ട്സിൻ്റെ ബൾബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ചൂടിനാവശ്യത്തിനൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതിലൊരു ചെറിയ കുട്ടിക്ക് ഒരു ചെറിയൊരു പ്രശ്നം കേട്ടോ. കണ്ടില്ലേ, അത് ന്യൂറോബയോൺ ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് തലതിരിച്ചിലാണ്, അതുകൊണ്ട് നീച്ചിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കണ്ടില്ലേ, ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ അതാ എല്ലാവരും കണ്ടില്ലേ, ഫുൾ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാണ് കേട്ടോ. 100 കുഞ്ഞുങ്ങളാണുള്ളത്. ഇത് പൂവനും പെടയൊക്കെ മിക്സ് ആട്ടോ. പൂവനെ പറഞ്ഞ് വാങ്ങുന്നത്, പക്ഷേ ഇതിനകത്ത് നല്ലോണം പെടകളും ഉണ്ട് കേട്ടോ. അതാണ് കാര്യം. സാധാരണ പെടയ്ക്ക് 25 രൂപയും പൂവന് 5 രൂപയാണ് റേറ്റ് വരുന്നത്. പക്ഷേ ഇങ്ങനെ പൂവനെ മാത്രം വാങ്ങുമ്പോൾ ഇതിൽ പെടയും കൂടെ വരുമ്പോൾ നമുക്ക് ലക്കാണ്. അതുകൊണ്ട് 25 രൂപ കൊടുക്കാൻ വേണ്ട 5 രൂപയ്ക്ക് നമുക്ക് പെടനെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇവർക്ക് സ്റ്റാർട്ടർ തന്നെയാണ് ഫുള്ളായിട്ട് കൊടുക്കുന്നത് കേട്ടോ. സ്റ്റാർട്ടർ അതുപോലെ തന്നെ നല്ല വെള്ളം അതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ, എല്ലാവരും നല്ല ഹെൽത്തിയാണ്. ഇതും ഗ്രാമശ്രീ ഗ്രാമപ്രിയ കേട്ടോ. ഇതൊക്കെ നമ്മളെ സർക്കാർ ഹാച്ചറി പോയിട്ടാണ് കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ടുവരുന്നത് കേട്ടോ. കണ്ടില്ലേ, 2 ആഴ്ച കൊണ്ട് അത്യാവശ്യം നല്ല വളർച്ച ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവരൊക്കെ ഒരു 5 മാസം സമയമായിട്ട് കൊടുത്തു തുടങ്ങുക. തൂക്കത്തിന് ഓരോരുത്തരുടെ നാട്ടിൽ ഓരോ റേറ്റാണ്. ഇവിടുത്തെ വില എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എത്ര കൊടുക്കൽ 200. ഇവിടെ 200, 220 ആ റേഞ്ചിലാട്ടോ നമ്മൾ തൂക്കത്തിന് കോയിനെ കൊടുക്കുന്നത്. അത്ര റേറ്റിന് ഇവിടെ പോകുന്നുണ്ട് സാധനം. അതുകൊണ്ടാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ എത്ര വില എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ ഈ മുട്ടക്കോഴികൾക്കൊക്കെ പൂവന്മാർക്കൊക്കെ
ഇവർ ഈ ഒരു റേഞ്ച് റേറ്റിൽ ഇവിടെ പോകുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ? ഇനിയിപ്പോൾ അവർ വലുതായി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തേക്ക് മാറ്റും. ഇവർ വലുതാകുമ്പോഴത്തേക്ക് മറ്റവരെ കൊടുക്കാനോ അപ്പോൾ അവരൊക്കെ അങ്ങോട്ടേക്ക് അയച്ചു വിടുന്നതാണ്. അപ്പം അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ഇത് ലാഭകരമാണോ? ആ റേറ്റ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും നമ്മളെ സുഹൃത്ത് ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ? ഒരുവിധം എല്ലാ മരുന്നും കാര്യങ്ങളും കൊടുക്കുന്നു കേട്ടോ. നമ്മൾ വിമറാള്, ഗ്രോയിപ്ലക്സ് എല്ലാ മരുന്നും കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ അസുഖങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചൂട് കൂടുതലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പല അസുഖങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ എൻ്റെതായ പ്രിക്കോഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അല്ലേ? അപ്പോൾ ഇനി ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഹോട്ടൽ വേസ്റ്റ് ഉണ്ട്, ഹോട്ടൽ വേസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഴപ്പിണ്ടി, പുല്ല്, പിന്നെ സ്റ്റാർട്ടർ കൊടുത്തതിന് ശേഷം, അതായത് ഒരു 40 ദിവസത്തോളം വരെ സ്റ്റാർട്ടർ കാര്യങ്ങൾ കൊടുക്കുന്നത്. അതിന് ശേഷം ഗ്രോവറാണ് കൊടുക്കുന്നത് കേട്ടോ. ഗ്രോവർ കൊടുത്തിട്ട് ഗ്രോവറും ഈ നമ്മളെ ചോറ് വേസ്റ്റ് ഉണ്ടല്ലോ, ബാലൻസ് ഉണ്ട്, ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ തീറ്റച്ചെലവ് വളരെ കുറവാണ്. പിന്നെ വാഴപ്പിണ്ടി കൊടുക്കുകയാണെങ്കിൽ വാഴപ്പിണ്ടിയിൽ ഇട്ട് കൊടുക്കും. അത് ഉച്ചയ്ക്ക് ശേഷമാണ് കൊടുക്കുക. അപ്പോൾ കൊടുക്കുമ്പോൾ ബൊമ്മാർ അത് തന്നെ കൊത്തിക്കഴിച്ച് തീറ്റച്ചെലവ് വളരെ കുറയ്ക്കുന്നുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ 100 കോഴി ഉണ്ടെങ്കിൽ തന്നെ ഒരു 10-30 കോഴിനെ വെക്കുമ്പോൾ തന്നെ അവന് ഇറക്കിയ പൈസ മുതലാവുന്നുണ്ട്. പിന്നെ അവിടുന്ന് ബാക്കി കോഴിനെ വെക്കുമ്പോൾ അത്യാവശ്യം ലാഭം കാര്യങ്ങളാണ് കിട്ടുന്നത്. കണ്ടില്ലേ? ഇപ്പം 3ാമത്തെ ബാച്ച് കുഞ്ഞുങ്ങളാട്ടേക്ക് കിടക്കുന്നത്. പിന്നെ മുന്നിറക്കിയത് 2ാമത്തെ, തൊട്ടപ്പുറത്ത് 3ാമത്തെ ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പുറത്തിരിക്കുന്നത്. അത്യാവശ്യം ലാഭമില്ലാതെ ഈ പരിപാടിക്ക് നിൽക്കില്ലല്ലോ. അപ്പോൾ തീറ്റച്ചെലവ് പരമാവധി കൺട്രോൾ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ലാഭത്തിൽ തന്നെ നാടൻ കോഴി അതുപോലെ തന്നെ മുട്ടക്കോഴി നല്ല ലെവലിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അതിന് ഉത്തമ ഒരു ഉദാഹരണമാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടില്ലേ? അപ്പോൾ അതാണ് ചെറിയൊരു മുട്ടക്കോഴി ഫാമിൻ്റെ വിശേഷം നമ്മളെ സുഹൃത്തിൻ്റെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.